പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. വചനം പറയുകയാണ്, പെറ്റ അമ്മ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല. നിന്റെ പേര് എന്റെ ഉള്ളം കയ്യിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, 1999 ഞാൻ ഒരു ധ്യാനത്തിലൂടെ യേശുവിന്റെ സ്നേഹം അടുത്തറിഞ്ഞ്, രുചിച്ചറിഞ്ഞ്, അനുഭവിച്ചറിഞ്ഞ് എന്റെ അതുവരെയുള്ള പാപജീവിതത്തെ ഉപേക്ഷിച്ച് എന്റെ ജീവിതം പൂർണ്ണമായിട്ട് ഞാൻ യേശുവിന് കൊടുക്കാനായിട്ട് തീരുമാനമെടുത്തത്. അതുവരെയും മദ്യത്തിനും പുകവലിക്കും ഒക്കെ അഡിക്ഷനായിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ. ഇന്ന് കഴിഞ്ഞ 25 വർഷത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു സത്യം ഞാൻ മനസ്സിലാക്കുകയാണ്. എന്റെ പേരും എന്റെ പിതാവിന്റെ, എന്റെ ഈശോയുടെ കയ്യിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അത്തരത്തിലുള്ള അനുഭവങ്ങളിലൂടെയാണ് ഞാൻ ഇന്ന് വരെയും കടന്നു പോകുന്നത്. പ്രിയപ്പെട്ടവരെ, 2 വർഷം മുമ്പാണ് ഞാൻ സോഷ്യൽ മീഡിയയിലൂടെ യേശുവിനെ മഹത്വപ്പെടുത്തുവാനായിട്ട് എന്റെ കൊച്ചു കൊച്ചു അറിവും എന്റെ സാധ്യതകളും ഞാൻ ആയിരിക്കുന്ന അവസ്ഥയിൽ വെച്ച് ഞാൻ ആദ്യം ലേഖനങ്ങളിലൂടെയും ഇപ്പോൾ വീഡിയോ ശുശ്രൂഷയിലൂടെയും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായിട്ട്, യേശുവിനെ പ്രഘോഷിക്കുവാനായിട്ട് തുടങ്ങിയത്. അതിന്റെ കാരണം എന്ന് പറയുന്നത്, സോഷ്യൽ മീഡിയയിലൂടെ നിരന്തരം ദൈവത്തെ ഇകഴ്ത്തുന്ന വിധത്തിൽ, ദൈവത്തെ അപകീർത്തിപ്പെടുത്തുന്ന വിധത്തിൽ നിരവധി വീഡിയോകൾ പ്രചരിക്കുന്നതായിട്ട് എന്റെ ശ്രദ്ധയിൽപ്പെട്ടു. ദൈവമില്ല, അല്ലെങ്കിൽ ദൈവം ഒരു സങ്കല്പമാണ്, അത്തരത്തില് ദൈവവിശ്വാസത്തിനും ഒക്കെ എതിരായിട്ട് നിരീശ്വരവാദവും യുക്തിവാദവും ഒക്കെ നിരന്തരം ഇന്നത്തെ സോഷ്യൽ മീഡിയയിലൂടെ യുവജനങ്ങളുടെ ബ്രെയിനിലേക്ക് അടിച്ച് കയറ്റപ്പെടുന്ന ഒരു സത്യം ഞാൻ മനസ്സിലാക്കി. അന്ന് മുതലാണ് എനിക്ക് പറ്റുന്ന വിധത്തിൽ ഈശോയെ പ്രഘോഷിക്കണം, ഈശോയെ അറിയത്തില്ലാത്ത, ഈശോയെ അനുഭവിച്ചിട്ടില്ലാത്ത, ഈശോയെ അറിഞ്ഞിട്ടില്ലാത്ത സഹോദരങ്ങളിലേക്ക് ഈ സോഷ്യൽ മീഡിയ ഉപയോഗിച്ചുകൊണ്ട് തന്നെ, ഈ സോഷ്യൽ മീഡിയയിലൂടെ തന്നെ ഈശോയെ പ്രഘോഷിക്കണമെന്ന് ഞാൻ തീരുമാനിച്ചത്. പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ കേട്ടിട്ടുണ്ട് ഈ പുക്കിൾക്കുടി ബന്ധമെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. ജനിച്ച് കയ്യിലേക്ക് കിട്ടുന്ന കുഞ്ഞിന്റെ ഇവിടെ വയറിന്റെ മധ്യത്തിലായിട്ട് ഒരു സാധനം നേഴ്സുമാരെ ഇങ്ങനെ മടക്കി ക്ലിപ്പിട്ട് തരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഏതാനും ഒരാഴ്ച 2 ആഴ്ച കഴിഞ്ഞ് കഴിയുമ്പോൾ അത് അവിടുന്ന് വിട്ട് പൊഴിഞ്ഞു പോകുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. പിന്നെ അതിന്റെ ഒരടയാളം, ഞാൻ ഒരു അമ്മയുടെ ഉദരത്തിൽ നിന്നാണ് ജനിച്ചത്, എന്റെ അമ്മയെ ഓർക്കാൻ, എന്നെ പ്രസവിച്ച എന്റെ അമ്മയെ ഓർക്കാൻ, എന്റെ അമ്മയെ സ്നേഹിക്കാൻ ദൈവം എന്റെ ശരീരത്ത്, ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളുടെയും ശരീരത്ത് അവശേഷിപ്പിച്ചിരിക്കുന്ന ഒരു അടയാളമുണ്ട്. അതാണ് ഈ പുക്കിൾക്കുടി. പ്രിയപ്പെട്ടവരെ, നേരത്തെ ഒരു വചനം ഞാൻ പങ്കുവച്ചു, പെറ്റ അമ്മ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല. പ്രിയപ്പെട്ടവർ, ഇന്ന് സോഷ്യൽ മീഡിയ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ദിനം പ്രതി എന്ന് തന്നെ വേണമെങ്കിൽ പറയാം, കാമുകന്റെ കൂടെ സ്വന്തം മക്കളെ ഉപേക്ഷിച്ച് ഒളിച്ചോടി, സ്വാർത്ഥപരമായിട്ട് ഭർത്താവിനെയും മക്കളെയൊക്കെ ഉപേക്ഷിച്ച് കടന്നുപോയ നിരവധി സ്ത്രീകളെ കുറിച്ച്, അവരൊക്കെ അമ്മമാരായിരുന്നു, 1, 2, 3 കുഞ്ഞുങ്ങളുടെ അമ്മമാരായിരുന്നു. കൂടെ കൊണ്ടുപോയ കുഞ്ഞിനെ കൊന്ന സ്ത്രീകളുമുണ്ട്. ഇപ്പം ദൈവത്തിന്റെ വചനം, ഏശയ്യാ പ്രവാചകന്റെ പുസ്തകം 49, 15, 16 വചനങ്ങൾ പറയുകയാണ്, ഒരു പെറ്റ അമ്മയ്ക്ക്, മുലയൂട്ടുന്ന ഒരു പെറ്റ അമ്മയ്ക്ക് ഒരു കുഞ്ഞിനെ മറക്കാനാവൂ? ആ പെറ്റ അമ്മ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല. പ്രിയപ്പെട്ടവരെ, ഇത് പറയുമ്പോൾ ആ ആഴമായ ദൈവസ്നേഹത്തിന്റെ അനുഭവം നിരവധി പ്രാവശ്യം അനുഭവിച്ചൊരു വ്യക്തിയാണ് ഞാൻ. ദൈവസ്നേഹമല്ല, ദൈവം ദുഷ്ടനാണെന്നൊക്കെ ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരു കാരണവശാലും സമ്മതിക്കുകയില്ല. പ്രിയപ്പെട്ടവരെ, കരിക്കോട്ടക്കരയിൽ നിന്ന് സ്ഥലം വിറ്റ് ദൈവത്തിന്റെ വാഗ്ദാനം സ്വീകരിച്ചുകൊണ്ട് ഈജിപ്തിൽ നിന്ന് കാനാൻ ദേശത്തേക്ക് നയിക്കപ്പെട്ട ഇസ്രായേൽ ജനത്തെ പോലെ 18 കിലോമീറ്റർ ദൂരത്തുള്ള ഈ കല്ലൂരിലേക്ക് ഞാൻ വരുമ്പോൾ എനിക്ക് അന്ന് 2 കുഞ്ഞുങ്ങളാണ്, മൂത്ത 2 പെമ്മക്കളാണ് എനിക്കുണ്ടായിരുന്നത്. ഇവിടെ വന്ന ആ മാസം തന്നെ, ആ നാളുകളിൽ തന്നെ എന്റെ ജീവിത പങ്കാളി വീണ്ടും ഗർഭിണിയായി. അപ്പോൾ ഞങ്ങൾക്ക് ആദ്യത്തെ 2 പെൺകുട്ടികളാണല്ലോ, ഇതെങ്കിലും ഒരു ആകുഞ്ഞായിരുന്നെങ്കിൽ എന്നൊക്കെ ഞങ്ങൾ ആഗ്രഹിച്ചു. അവക്കും ഇവിടെയുള്ള സാഹചര്യങ്ങളൊക്കെ ആയിട്ട് മാനസികമായിട്ട് പൊരുത്തപ്പെടാൻ ഒത്തിരി പ്രയാസങ്ങളുണ്ടായിരുന്നു, ഒത്തിരി ദുരിതമായിരുന്നു ഈ ഇവിടെ വന്നപ്പോൾ ഉണ്ടായിരുന്നു, ഞങ്ങളുടെ ഇവിടെ ഉണ്ടായിരുന്ന ഷെട്ടിലെ ജീവിതം. അങ്ങനെ അവള് ആ ഗർഭാരിഷ്ടതകളിലൂടെയൊക്കെ ഒത്തിരി പ്രയാസപ്പെട്ടൊക്കെ മുന്നോട്ട് പോയി. അങ്ങനെ 7ാം മാസത്തിൽ ഞങ്ങൾ പറശ്ശിനിക്കടവിൽ ഒരു ഹോസ്പിറ്റലുണ്ട്, അവിടെ ചെന്ന് സ്കാൻ ചെയ്യുമ്പോൾ ഈ സ്കാനിങ് റിപ്പോർട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഡോക്ടർ അത് നോക്കിയിട്ട് പറയുകയാണ്, ഈ കുഞ്ഞിന് അമ്മയുമായിട്ടുള്ള ഈ പുക്കിൾക്കുടിയിലൂടെ 2 ഞരമ്പ് പോകുന്നുണ്ട്. അതിന്റെ ശാസ്ത്രീയമായ പേരൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. നമ്മൾ സാധാരണ കേട്ടിട്ടുണ്ട് ഇങ്ങനെ ഒരു പുക്കിൾക്കുടി, പക്ഷേ സത്യത്തിൽ നമ്മൾ കേട്ടിരിക്കുന്നത് എന്താ, ഈ അമ്മയുടെ ശരീരത്തിൽ നിന്ന് കുഞ്ഞിന്റെ ശരീരത്തേക്ക് ആഹാരം പോകുന്നതാണെന്നൊക്കെ ഞാൻ കേട്ടിരിക്കുന്നത്. എനിക്കത് കൂടുതൽ ഒന്നും അറിയില്ല. പക്ഷെ അന്നാണ് ഇങ്ങനെ ഒരു സത്യം ഞാൻ മനസ്സിലാക്കുന്നത്. അമ്മയുടെ ഹൃദയത്തിൽ നിന്ന് കുഞ്ഞിന്റെ ഹൃദയത്തിലേക്ക് രക്തം പമ്പ് ചെയ്യാനായിട്ട് ഉള്ള ഒരു സംഭവമാണ് ഈ പുക്കിൾക്കുടി. അതിന്റെ ഉള്ളിലൂടെ 2 ഞരമ്പ് പോകുന്നുണ്ട്.
ആ ഒരു ഞരമ്പിലൂടെ അമ്മയുടെ ഹൃദയത്തിൽ നിന്ന് കുഞ്ഞിന്റെ ഹൃദയത്തിലേക്ക് ബ്ലഡ് പമ്പ് ചെയ്യുമ്പോൾ മറ്റേ ഞരമ്പിലൂടെ തിരിച്ച് കുഞ്ഞിന്റെ ഹൃദയത്തിലേക്ക് അമ്മയുടെ ഹൃദയത്തിൽ നിന്ന് രക്തം തിരിച്ച് പമ്പ് ചെയ്യും. അതാണ് ഇതിന്റെ പ്രവൃത്തി. എന്നാൽ എന്റെ ജീവിത പങ്കാളി മൂന്നാമത് വിശേഷമായിട്ടിരിക്കുന്ന എന്റെ ഭാര്യയുടെ ഗർഭം അവസ്ഥയിലായിരിക്കുന്ന കുഞ്ഞിനെ സ്കാൻ ചെയ്തപ്പോൾ ഡോക്ടർമാർ പറയുകയാണ്, ഈ കുഞ്ഞിന് ഈ പുക്കിൾക്കുടിയിലൂടെ ഒരു ഞരമ്പേ ഉള്ളൂ, ഒരു വെയിനേ ഉള്ളൂ. എന്നിട്ട് അവർ പറഞ്ഞു, ഒന്നിൽ ഈ കുഞ്ഞ് ബുദ്ധി വികസിക്കാത്ത കുഞ്ഞ്, അല്ലെങ്കിൽ ശാരീരിക വൈകല്യം. ഞങ്ങൾ സത്യം പറഞ്ഞ പ്രിയപ്പെട്ടവരെ മാനസികമായിട്ട് തകർന്നു പോയി. കാരണം ഞങ്ങളുടെ കുടുംബത്തെ എന്റെ അപ്പന് ഇതുപോലെ ബുദ്ധി വികസിക്കാത്ത ഒരു പ്രശ്നമുള്ള ഒരു സഹോദരിയുണ്ട്, മൂത്ത സഹോദരി. ആ സഹോദരിയൊക്കെ ഞങ്ങളുടെ വീട്ടിൽ കുറെ വർഷങ്ങളോളം നോക്കുന്നത്, മരിച്ചത് തന്നെ ഇവിടുന്ന. അപ്പം ചെവിയും കേൾക്കില്ല, ബുദ്ധിയും കുറവ്, അങ്ങനെയൊക്കെയുള്ള. പിന്നെ എന്റെ ജീവിത പങ്കാളി ഇതുപോലത്തെ സ്പെഷ്യൽ സ്കൂളിലാണ് ടീച്ചറായിട്ട് ജോലി ചെയ്യുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള പിള്ളേരുടെയൊക്കെ അവസ്ഥ എന്നാണെന്നുള്ളത് നമുക്ക് ശരിക്കറിയാം. ഞങ്ങളാകെ മാനസികമായിട്ട് തകർന്നു. അപ്പോഴുണ്ട് ഞങ്ങളുടെ അയലോക്കത്ത് ഇതുപോലെ മക്കളില്ലാത്ത, ഞങ്ങളിപ്പോൾ ഇവിടെ കല്ലൂരി വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ ഞങ്ങളുടെ തൊട്ട അയലോക്കത്ത് 10-20 വർഷമായിട്ട് കല്യാണം കഴിഞ്ഞ് മക്കളില്ലാത്ത ഒരു ദമ്പതികളുണ്ടായിരുന്നു. അപ്പോൾ ആ സഹോദരി ഒത്തിരി പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണ്. ഞങ്ങളുടെ ഈ സംഭവം, ഞങ്ങളുടെ ഈ ഒരു ദുരവസ്ഥ ആ സഹോദരിയായിട്ട് പങ്കുവെച്ചു. അത് കേട്ട അന്ന് മുതൽ ഈ സഹോദരി ശക്തമായിട്ട് പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. പക്ഷേ അതിന് മുമ്പ് ആ സഹോദരിക്ക് ഉണ്ടായ ഒരു അനുഭവം ഉണ്ടായിരുന്നു. അത് ഞങ്ങളുമായിട്ട് പങ്കുവെച്ചു. സംഭവം ഇതാണ്: എന്റെ ജീവിത പങ്കാളിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവളുടെ ഉദരത്തിൽ കറുത്തിട്ട് വൈരുപ്യമുള്ള ഒരു വൈകല്യമുള്ള ഒരു കുഞ്ഞ് കിടക്കുന്നതായിട്ട് ആ സഹോദരി ഈശോ കാണിച്ചു കൊടുത്തെന്നാണ് പറയും. ഈ സ്കാനിങ് റിസൾട്ട് കൂടെ വന്നു കഴിഞ്ഞപ്പോൾ അത് സ്ഥിരീകരിക്കപ്പെട്ടു. അപ്പോൾ ഞങ്ങൾക്ക് അറിയാവുന്ന പ്രാർത്ഥിക്കുന്ന പലരും ഞങ്ങൾ വിളിച്ചു പറഞ്ഞു, ഈ സഹോദരി രാവിലെ എണീറ്റ് കഴിഞ്ഞ് വെളുപ്പിനെ 3 മണിക്ക് എണീറ്റ് കഴിഞ്ഞാൽ രാത്രി 10 മണി കിടക്കുന്നത് വരെ നിരന്തരം പരിശുദ്ധയോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഇതിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞങ്ങൾ 8ാം മാസത്തിൽ ഞങ്ങൾ വേറൊരു ഹോസ്പിറ്റലിൽ കാണിക്കാൻ വേണ്ടി സിസ്റ്റേഴ്സ് നടത്തുന്ന ഒരു ഹോസ്പിറ്റൽ, തൊക്കലങ്ങാടി, കൂത്തുപറമ്പിനടുത്ത് തൊക്കലങ്ങാടി എന്ന് പറഞ്ഞ ഹോസ്പിറ്റലിൽ അവിടുത്തെ ഡോക്ടറെ കാണിക്കാൻ ചെന്നു. അവിടുന്ന് സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ ആ റിസൾട്ട് നോക്കിയിട്ട് ഡോക്ടർമാർ ഇത് തന്നെ പറഞ്ഞു. എന്തായാലും എന്നാ പറയണ്ടേ, അഗ്നിപർവ്വതം ഹൃദയത്തിൽ പേറിയ ഒരു അവസ്ഥയിലൂടെ ഞങ്ങൾ പിന്നെയും തുടർന്ന് ഒരു മാസം കൂടെ കടന്നുപോയി. 9ാം മാസം 9 ദിവസം കഴിഞ്ഞ് ഞങ്ങളുടെ കുഞ്ഞ് ജനിച്ചു. എന്റെ ജീവിത പങ്കാളി പ്രസവിച്ചു. മൂന്നാമത് ജനിച്ച അത് ഒരു പെൺകുട്ടിയായിരുന്നു. പ്രിയപ്പെട്ടവരെ, അത്ഭുതം എന്നല്ലാതെ ഞങ്ങൾക്കൊന്നും പറയാനില്ല. ഞങ്ങൾക്ക് 4 മക്കളുണ്ട്, 3 പെണ്ണും ഈ മോളടക്കം 3 പെണ്ണും ഒരാണും. അതിനുശേഷം 4ാമത് ഒരു ആൺകുട്ടി ഉണ്ടായി. ബാക്കി ഈ മോൾക്ക് മറ്റു 3 കുട്ടികൾക്ക് ഇല്ലാത്തതിലധികം വെളുപ്പ്, ഒരു റോസാപ്പൂവിന്റെ ഒരു കളർ പോലെ, ഒരു വളരെ സൗന്ദര്യമുള്ള, വളരെ വെളുത്ത്, യാതൊരു വൈകല്യമില്ലാത്ത ഒരു കുഞ്ഞിനെ ഈശോ തന്നു. പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥനയുടെ ശക്തി എന്താണ്, പ്രാർത്ഥനയുടെ മഹത്വം എന്താണ്, ദൈവത്തിന്റെ സ്നേഹം എന്താണെന്ന് ജീവിതത്തിൽ ഒരിക്കൽ കൂടി അനുഭവിച്ചറിയാനായിട്ട് ദൈവം ഞങ്ങളുടെ മുമ്പിലേക്ക് വെച്ച് നീട്ടിയ വലിയൊരു അനുഭവമായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ വീഡിയോയിൽ അവസാനമായിട്ട് നിങ്ങളോട് പങ്കുവയ്ക്കാനായിട്ട് ഉദ്ദേശിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ്, നിന്റെ ഈശോയുടെ ഹൃദയവും നിന്റെ ഹൃദയവും തമ്മിൽ ഇതുപോലൊരു പുക്കിൾക്കുടി ബന്ധം പോലെ, അതായത് ഈശോയുടെ ഹൃദയത്തിൽ നിന്ന് നിന്റെ ഹൃദയത്തിലേക്ക് ജീവനും കരുണയും സ്നേഹവും കൃപയും ഒക്കെ ഒഴുകുന്ന ഒരു ഞരമ്പ്, അതുപോലെ തന്നെ നിന്റെ സ്നേഹം തിരിച്ച്, നിന്റെ നന്ദി, നിന്റെ ഈശോയുള്ള സ്നേഹം തിരിച്ച് ഈശോയുടെ ഹൃദയത്തിലേക്ക് പമ്പ് ചെയ്യുന്ന ഒരു ബന്ധം നിങ്ങൾ തമ്മിലുണ്ടോ? ഒന്ന് ചിന്തിക്കണം. ഇനി വീഡിയോ കാണുമ്പോൾ ഒന്ന് ആത്മാർത്ഥമായിട്ട് നീ ഒന്ന് ചിന്തിക്കണം. ഈശോയെ നീയും തമ്മിൽ ഒരു ഗാഢമായ ഒരു ബന്ധത്തിലാണോ ഇന്ന് നിങ്ങൾ കഴിയുന്നത്? ഈശോയുടെ സ്നേഹത്തിൽ വസിക്കാൻ നിനക്ക് സാധിക്കുന്നുണ്ടോ? ഈശോയോട് ഒരു അല്പസമയം വ്യക്തിപരമായിട്ട് നിനക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ടോ? ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഈശോയുടെ ആ ദിവ്യകാരുണ്യ ബോധ്യം നിന്റെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കാൻ സാധിക്കുന്നുണ്ടോ? നീ വ്യക്തിപരമായിട്ട് ഈശോയോട് നീ സംസാരിക്കാറുണ്ടോ? നീ നിന്റെ പകൽ സമയങ്ങളിലൊക്കെ, നീ ജോലി ചെയ്യുന്ന സമയങ്ങളിൽ, നീ സഞ്ചരിക്കുന്ന യാത്രയിൽ ഒക്കെ നീ വ്യക്തിപരമായിട്ട് ഈശോയുമായിട്ട് നീ സംസാരിക്കാറുണ്ടോ? ഒന്ന് ആത്മശോധന ചെയ്യണം, ഒന്ന് ചിന്തിക്കണം. ഇല്ലെങ്കിൽ പ്രസവിച്ച് കഴിയുമ്പോൾ നേഴ്സുമാര് ഈ അമ്മയുടെയും കുഞ്ഞിന്റെയും പുക്കിൾക്കുടി കണ്ടിക്കുന്നത് പോലെ സാത്താൻ നിന്റെയും നിന്റെ ഈശോയുടെയും ആ സ്നേഹത്തിന്റെ ആ ഒരു പുക്കിൾക്കുടി അത് കണ്ടിച്ചു കളഞ്ഞു. ആ ബന്ധം അവസാനിപ്പിച്ച് നീ ഇന്ന് പാപത്തിൽ മുഴുകിയാണോ ജീവിക്കുന്നത്? ഒരു നിമിഷം ഈ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന, ഇന്നും ഈ വീഡിയോ ഒരുപക്ഷെ കാണാൻ ഇടവരുന്ന എല്ലാ പ്രിയപ്പെട്ട മക്കൾക്കൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈശോയെ, സംസാരിക്കണമേ കർത്താവേ, കൃപ ചൊരിയണമേ കർത്താവേ. അമ്മയുടെ മരണത്തില് അഗാധമായ ദുഃഖത്തിലിരിക്കുന്ന ഒരു മകനെ ഈ വീഡിയോ കാണുന്ന നിമിഷം ഈശോ സ്പർശിക്കുന്നതായി ഈശോ പറയുന്നു. എപ്പോഴും അമ്മയോട് തർക്കുത്തരം പറഞ്ഞ് അമ്മയെ വേദനിപ്പിക്കുന്ന ഒരു മകളോട് ഈശോ പറയുകയാണ്, മോളെ, നിന്റെ പാപം, നീ ഇത്തരം അമ്മയെ വേദനിപ്പിക്കുന്ന ആ പാപത്തിൽ നീ പിന്തിരിയുക. അമ്മയെ നീ സ്നേഹിക്കാനുള്ള കൃപയ്ക്കായിട്ട് നീ പ്രാർത്ഥിക്കുക. ഹോസ്പിറ്റലില് പ്രസവത്തിനായിട്ട് അഡ്മിറ്റ് ചെയ്യപ്പെട്ടിട്ട് അമിതമായ രക്തസ്രാവം മൂലവും മറ്റു പലവിധ പ്രശ്നങ്ങൾ മൂലവും പുക്കിൾക്കുടി ചുറ്റിയതിനാലും ഇന്ന് മരണകരമായ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന 3 സഹോദരിമാരെ ഇപ്പോൾ ഈ നിമിഷത്തിൽ ഈശോ അനുഗ്രഹിക്കുന്നതായിട്ട് കാണിക്കുന്നു.
ഈശോയെ നന്ദി, അവിടുത്തെ കാരുണ്യത്തിന് നന്ദി കർത്താവെ. ഈ മക്കളെ എല്ലാം അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഈശോയെ സ്തുതിക്കുന്നു. ഈശോയെ അങ്ങ് ആരാധിക്കുന്നു. ആ മക്കൾക്ക് വേണ്ടി ഞാൻ അങ്ങനെ സ്തോത്രം ചെയ്യുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.